നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ ആലത്തൂർ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് ആലത്തൂർ സിഐ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ കോടതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും തെളിവെടുപ്പിനായി ചെന്താമരയെ കൊണ്ടുപോകുക. വലിയ പോലീസ് സംവിധാനവും സുരക്ഷാ സംവിധാനവും തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അരുണിലേക്ക് പോകുന്നു. അരുൺ, ഇപ്പോൾ നിലവിൽ പ്രതിയെ ആലത്തൂർ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. നടപടികൾക്ക് ശേഷമാകും തെളിവെടുപ്പിനായി കൊണ്ടുപോവുക. വലിയ പോലീസ് സുരക്ഷാ സംവിധാനം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നും നേരെ പോത്തുണ്ടിയിലേക്കായിരിക്കുമോ തെളിവെടുപ്പിനായി കൊണ്ടുവരിക? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ, അതോ പോലീസ് രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഇനി കോടതി 2 ദിവസത്തെ കസ്റ്റഡിയിൽ, പോലീസിൻ്റെ കസ്റ്റഡിയിൽ അല്പസമയത്തിനകം തന്നെ പ്രതിയെ വിടും. അതിനുശേഷം പ്രതിയുമായിട്ട് നേരെ ഈ ചെന്താമരയിലെ ബോയിൻ കോളനി ഭാഗത്തേക്ക് പ്രതിയെ എത്തിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം പ്രതിയുടെ മെഡിക്കൽ ഉൾപ്പെടെ ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മെഡിക്കൽ കൂടെ ഈ കോടതിക്ക് തൊട്ടപ്പുറത്ത് തന്നെയാണ് ആലത്തൂർ താലൂക്ക് ആശുപത്രി ഉള്ളത്. ആ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് പ്രതിയുടെ മെഡിക്കൽ എടുക്കുന്നതായിരിക്കും അടുത്ത നടപടി. ആ മെഡിക്കൽ എടുക്കുന്ന നടപടി കൂടെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ തെളിവെടുപ്പിനായിട്ട് പോത്തുണ്ടിയിലേക്ക് കൊണ്ടുവരിക. നിലവിൽ നമുക്ക് ആ സമയക്രമം പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 11:30 തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയാണെങ്കിൽ ആലത്തൂരിൽ നിന്നും ഈ ഭാഗത്തേക്ക് ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റോളം സമയമാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ ഒരു 12-12:15 തന്നെ പ്രതിയുമായി പോലീസ് സംഘം ഈ സ്ഥലത്തേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരു ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് രഹസ്യ സ്വഭാവം സൂക്ഷിക്കുകയോ മറ്റോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അല്പസമയം വൈകാനും സാധ്യതയുണ്ട്. ഏതായാലും കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. ഇന്നലെയാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. കസ്റ്റഡി അപേക്ഷ നൽകിയപ്പോൾ തന്നെ 2 ദിവസത്തെ കസ്റ്റഡി വേണം എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. ഈ 2 ദിവസത്തിൽ പ്രതിയെ പരമാവധി ഈ കൊലപാതകം നടന്ന ബോയിൻ കോളനിയിലേക്ക് എത്തിക്കുക, ഒളിവിൽ കഴിഞ്ഞ പ്രദേശത്തേക്ക് എത്തിക്കുക, കൂടാതെ പ്രതിയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക. പ്രതിയുടെ മൊഴിയിൽ നേരത്തെ പല വൈരുദ്ധ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതാണ് പോലീസ് സംഘം ഉദ്ദേശിക്കുന്നത്. ശരി അരുൺ, എന്തായാലും ചെന്താമരയെ ആലത്തൂർ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. നടപടിക്രമങ്ങൾക്ക് ശേഷം ആയിരിക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോകുക.